ഞാൻ തിരൂരങ്ങാടിക്ക് അടുത്ത നാട്ടുകാരനാണ്, തെന്നലക്കാരനാണ്. സുഹൃത്തുക്കളെ, എന്റെ നാട്ടിന്റെ അടുത്തുള്ള ശൈഖുന തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് ചൊല്ലുകയാണ്, ജിതൽ ബരിയത മബ്ഉസൻ ബിറഹ്മതിഹിം. നിലക്കാത്ത കാരുണ്യം എന്ന വിഷയത്തിൽ എന്തു പറയണമെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇന്നലെ പെട്ടെന്ന് കിട്ടിയതാണ്, മറിച്ചു നോക്കിയപ്പോൾ കിട്ടിയതാണ് ജിതൽ ബരിയത മബ്ഉസൻ ബിറഹ്മതിഹിം ഇലൽ ജമീഇ ഇലാ ഇൻസിൻ വജിന്നതിഹിം അശദ്ദ മിൻ റഹ്മത്തിൽ ആബാലി ബിൽദതിഹിം വഅൻത ഹഖ്ഖൻ ഗിയാസുൽ ഖൽഖി അജ്മഇഹിം വഅൻത ഹാദിൽ വറാ ലില്ലാഹി ബിസ്സദദി. ഇത് കേൾക്കുന്ന നൂറുകണക്കിന് ആളുകളെ ഒന്ന് ചൊല്ലണേ, സ്വലാത്ത് ചൊല്ലണേ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. തിരൂരങ്ങാടിയിലെ ബാപ്പു ഉസ്താദ് പറയുകയാണ്, അവരെ കൂടെ ഞങ്ങളെയും അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ജിതൽ ബരിയത മബ്ഊസൻ ബിറഹ്മതിഹിം. എല്ലാ സൃഷ്ടിചരാചരങ്ങൾക്കും റഹ്മത്തിന്, കരുണയ്ക്ക് വേണ്ടി മാത്രമല്ലേ നബിയെ തങ്ങൾ അല്ലാഹു തആല അയച്ചത്. ഖുർആൻ അങ്ങനെയല്ലേ ഉള്ളത്, വമാ അർസൽനാക, തങ്ങളെ നിയോഗിച്ചിട്ടില്ല, റസൂലാക്കി ഇർസാൽ ചെയ്തിട്ടില്ല, ഇല്ലാ റഹ്മതൻ, റഹ്മത്തിന് വേണ്ടിയല്ലാതെ. തങ്ങള് റഹ്മത്താണ്, തങ്ങള് റഹ്മത്താണ്. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായം നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടൈ അതിലുണ്ട് അബിയൽ വർണ്ണമദാം പിൻ രണ്ടും അസ്വദുമാമേ. എന്റെ മുമ്പിൽ കുറച്ച് മുത്താലിമ്യങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, എല്ലാവർക്കും ചെല്ലാം, എല്ലാവർക്കും അറിയുന്നവർക്കൊക്കെ ചെല്ലാം. മോയിൻകുട്ടി വൈദ്യർ റസൂലുള്ളാഹിയുടെ റഹ്മത്ത് കിട്ടാൻ അവിടുത്തെ മദ്ഹ് ചൊല്ലിയിട്ട് പാടുകയാണ്. എന്താ പാടിയത്? ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായം നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടൈ അതിലുണ്ട് അബിയൽ വർണ്ണമദാ പിൻ രണ്ടും അസ്വദുമാമേ. ബദറുൽ ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിന്റെ പരിപൂർണ ചന്ദ്രനായ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ ആരിലേക്കാണ് റഹ്മത്താക്കിയത്? ഇലൽ ജമീഇ, എല്ലാ സൃഷ്ടിചരാചരങ്ങളിലേക്കും അല്ലാഹു തആല റഹ്മത്താക്കി അയച്ചതാണ്. ഇലാ ഇൻസിൻ, മനുഷ്യന്മാരിലേക്ക്, വജിന്നതിഹിം, ജിന്നുകളിലേക്ക്. ജിന്നിന് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് റഹ്മത്തുണ്ടോ? ഉണ്ട്. മിഷ്കാത്തിലുണ്ട് ഹദീസ്, ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട് ഹദീസ്. എന്ത്? റസൂലുള്ളാഹി പറയാണ്, നല്ല പൂർണ്ണമായ ഉണങ്ങിയതായ വല്ല പിട്ട ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മനോഹരം ചെയ്യാൻ പാടില്ല. വെള്ളമില്ലാതെയോ മറ്റോ അനിവാര്യ ഘട്ടങ്ങളിൽ നിങ്ങൾ അങ്ങനെ മനോഹരം ചെയ്യുകയാണെങ്കിൽ ഭക്ഷണ സാധനം കൊണ്ട് മനോഹരം ചെയ്യാൻ പാടില്ല. കാരണം ഫഇന്നഹു സാദു ഇഖ്വാനികും മിനൽ ജിന്നി, ജിന്നുകളുടെ ഭക്ഷണമാണത്. നിങ്ങൾ മുടക്കാൻ പാടില്ല. എല്ലും കഷ്ണം കഷ്ണങ്ങനെ നിങ്ങൾ അതുകൊണ്ട് മനോഹരം ചെയ്യാൻ പാടില്ല. കാരണം എല്ലും കഷ്ണത്തിനെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിനെ പറ്റിയാ പറഞ്ഞത്. എന്ത്? ഫഇന്നഹു സാദു ഇഖ്വാനികും മിനൽ ജിന്നി, അത് ജിന്നുകളെ ഭക്ഷണമാണ്, നിങ്ങളെ സഹോദരന്മാരായ ജിന്നുകളെ ഭക്ഷണമാണ്. എന്നിട്ട് ശൈഖുന പറയുകയാണ്, ബാപ്പു ഉസ്താദ് പറയുകയാണ്, ഇലൽ ജമീഇ ഇലാ ഇൻസിൻ വജിന്നതിഹിം അശദ്ദ മിൻ റഹ്മത്തിൽ ആബാലി ബിൽദതിഹിം. ബാപ്പമാര് മക്കളെ കൊള്ള ചെയ്യുന്ന റഹ്മത്തിനേക്കാളും എത്രയോ മേലെയാണ്
ഉമ്മമാര് തന്റെ മക്കളെ കൊള്ള ചെയ്യുന്നതിനേക്കാളും എത്രയോ വലിയ റഹ്മത്താണ് ഹബീബായ തങ്ങൾ ചെയ്യുന്നത്. റസൂലുള്ളാഹിയുടെ റഹ്മത്തിനെ പറ്റി ഞാനൊരു സാമ്പിൾ പറയാം. ഉഹദിന്റെ പടക്കളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട അളാപ്പയെ കൊന്ന ആളാണ് വഹ്ശി, അല്ലേ? ആ വഹ്ശി വന്നിട്ട് മാപ്പ് ചോദിച്ചപ്പോഴ് ഹബീബായ തങ്ങൾ മാപ്പ് കൊടുത്തല്ലോ. റസൂലുള്ളാഹിയുടെ കാരുണ്യം അവിടെ ആക്റ്റീവായല്ലോ. ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട അളാപ്പ, പ്രിയപ്പെട്ട ഇച്ചാപ്പ, പ്രിയപ്പെട്ട കൊച്ചാപ്പ, പ്രിയപ്പെട്ട കുഞ്ഞിപ്പ, പല നാട്ടിലും പല പേരാണ്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നയാളാണ് വഹ്ശി. കൊല്ലാൻ വേണ്ടി പറഞ്ഞ ആ ഹിന്ദ്, അതിനു വേണ്ടി പ്രേരിപ്പിച്ച പലരുമുണ്ട്. ആ പ്രേരിപ്പിച്ചവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആര്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരിക്കുന്ന ഹിന്ദ്. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അളാപ്പയാണെങ്കിൽ അളാപ്പയോട് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് വല്ലാത്തൊരു സ്നേഹമാണ് റസൂലുള്ളാഹിക്ക്, വല്ലാത്തൊരു സ്നേഹമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്. ഹംസത്തുൽ കറാർ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം തന്നെ ആ സ്നേഹത്തിന്റെ പേരിലാണ്. അബൂജഹിൽ അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിച്ചു, ഒരുപാട് തെറി വിളിച്ചു എന്ന് ആരോ പറഞ്ഞു. അബൂ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ആരോ പറഞ്ഞു, നിങ്ങളൊക്കെ എന്ത് ഖുറൈശി, എന്ത് അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ്, നിങ്ങളെല്ലാം വലിയ മക്കത്തുള്ള കാരണവരായ അബ്ദുൽ മുത്തലിബിന്റെ മക്കളാന്നും പറഞ്ഞ് നടക്കണ്. നിങ്ങളുടെ മോൻ അഥവാ നിങ്ങളുടെ സഹോദരപുത്രൻ മുഹമ്മദിനെ ആ അബുൽ ഹക്കം, അറബികൾ ബഹുമാനിച്ച് വിളിച്ചത് പേര് അതാണ്, അബുൽ ഹക്കം. അബുൽ ഹക്കം അല്ലേ തെറി വിളിക്കണ്? നിങ്ങൾക്കൊന്നും അതിലൊന്നും പ്രതികരിക്കാനില്ലേ? അപ്പോഴാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു ബംബുറ്റ ഹംസ റളിയല്ലാഹു ചടിട്ടമ്പി അസ്വദിൽ മാറടാ വള്ളൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ. അത് കണ്ട് കേട്ടപ്പോഴാണ്, ഏത് കേട്ടപ്പോ? മുഹമ്മദ് നബിയെ അബൂജഹിൽ ചീത്ത വിളിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ് എന്തായത്? ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ തങ്ങൾ നേരെ വന്നിട്ട് റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന്, റസൂലുള്ളാഹിയുടെ മോനായ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരപുത്രനായ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചില്ലേ? ഇസ്ലാം മതം സ്വീകരിച്ച് അവസാനം ബദറിൽ നല്ല പൊരുതിയ ആളാണ്. ശത്രുക്കളോട് പൊരുതേണ്ട സമയത്ത് പടപൊരുതിയ ആളാണ്. എതിർത്തുടൻ കടുമയിലെ അവർ ഇരുവരും പൊരുതാനേ ഹര ഹര യഗത്തിനാലിറെ പുലിയവനോട് കടു കുറയാതെ നിലയാണേ. അങ്ങനെ ബദറിന്റെ പടക്കളത്തിൽ ഒരുപാട് ശത്രുക്കൾ, ആ ശത്രുക്കൾ ഒരു അള്ളാന്റെ ദീനിനെതിരിൽ ഒരുപാട് പ്രവർത്തിച്ചവരാണ്, കഠിനമായ ദുൽമ ചെയ്തവരാണ്, അക്രമം പ്രവർത്തിച്ചവരാണ്. അങ്ങനെയാണ് ബദറുണ്ടായത്. ആ ബദറിൽ ഒരുപാട് അക്രമം ചെയ്തപ്പോഴ് അതിനെ പ്രതിരോധിക്കാൻ സ്വഹാബത്ത് വന്ന കൂട്ടത്തിലുണ്ട് ഹംസ റളിയല്ലാഹു അൻഹു. അതുപോലെ ഉഹദിന്റെ പടക്കളം ഞാൻ ഒന്ന് വിശദീകരിക്കാം. ിപ്പോളേറിയ ശീത് തുടയരിശ പോർ ചെയ്തരി ഹംസ അവർ കുലത്തിട്ടിട അതിമതമൂറ്റിയ മഹശുജോര കുഫർ ഖുറൈശികളിൽ അകൃത ജിഹത്തറുകൾ ഒരു 10 20 പേരാ. അള്ളാന്റെ ദീനിനെതിരിൽ വന്ന അകൃത ജിഹത്തറുകൾ ഒരു 10 ഒറ്റയും 20 പേരാ. ഒരു 10 എന്ന് പറഞ്ഞാൽ 10, ഒറ്റ എന്ന് പറഞ്ഞാൽ 1, പിന്നെ 20, 10 + 1 + 20 അപ്പൊ എത്രയായി? 31. 31 ശത്രുക്കളെ ഉഹദിന്റെ പടക്കളത്തിൽ ഹംസ റളിയല്ലാഹു തആല അൻഹു കൊന്നിട്ടുണ്ട്.
വലിയ വലിയ അക്രമകാരികളായ എത്ര പേര്? 31 പേരെ ഉഹദിന്റെ പടക്കളത്തിൽ ഹംസ റളിയല്ലാഹു തആല അൻഹു കൊന്നിട്ടുണ്ട്. അതിൽ അവസാനം ഹംസത്തുൽ കറാർ തങ്ങളെ കൈകൊണ്ട് കൊല്ലപ്പെട്ട ഒരാളുണ്ട്. അതാരാന്നറിയോ പ്രിയപ്പെട്ടവരെ? സിബാഇ എന്നാണ് ആ ദുഷ്ടന്റെ പേര്. സിബാഇ ലഅനഹുല്ലാഹ്. അറുകവൈ ചുറ്റിച്ചാടി ക്ഷണത്തിൽ കറയടി മസ്തത്തെ ശിടുമാപ്പോൾ അരശർമതി തണൈ ബർക്കിൽ കടുപ്പമേ ഒരു ലർബാലെ മഹാപടബിലവൻ അറുളിൽ ബിലും തുടൈ കറുബിലിറന്തിടൈ ചുർഹദിനാലേ. എല്ലാവരും സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ اللهم സിബാ എന്നാണ് അയാളുടെ പേര്. ഉസ്കാൻ നാം സിബാ. അവനെയാണ് ഹംസ റളിയല്ലാഹു അൻഹു അവസാനമായി ബദറിന്റെ പടക്കൾ ഉഹദിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ഷറഫുടെ മോയിൻകുട്ടി വൈദ്യര് പറയുകയാണ്, കിതാബിലുള്ളത് അപ്പടി പാട്ടാക്കിയതാണ്. ഷറഫുടെ ഹംസ തീരർ കുലത്തെ പതിജനർ പടജനർ കുഫാർ അഹ്റിൽ ചത്തെ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ കൊണ്ട് കൊന്ന അവസാനത്തെ ആളാണ്, ആഖിറിൽ ചത്തയാളാണ്, അവസാനം കൊല്ലപ്പെട്ട ദുഷ്ടനാണിവൻ. ഷറഫുടെ ഹംസ തീരർ കുലത്തെ പടജനർ കുഫാർ അഹ്റിൽ ചത്തെ. ചടനിവനാകും പലപ്പു വിദേശമിൽ മിക മശ്ഹൂറാം. അവൻ വിളை അളവിൽ ഷണ്ണം മടை ചാട്ടயை ഉരിഞ്ഞെടുത്തിട്ടിടാർ അവർ അണിബാറാൽ. ഉഹദിന്റെ പടക്കളത്തിൽ സിബാ എന്ന ദുഷ്ടനതാ പളുന്തത്തടി മരം വീഴും പോലെ വീഴുകയാണ്. അവനവിടെ വീണ സമയത്ത് ക്ഷണം അടൽ ചട്ടയായി ഉരിഞ്ഞെടുത്തിട്ടിടാൻ ക്ഷണം ഉടനെ തന്നെ ഹംസ റളിയല്ലാഹു തആല അൻഹു എന്താ ചെയ്തതെന്നറിയോ? അടൽ ചട്ട, അവൻ ധരിച്ചിരിക്കുന്ന പടച്ചട്ട, ആ പടക്കുപ്പായം എല്ലാം ഉരിഞ്ഞെടുത്തിട്ടിടാൻ, അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എന്താ അവന്റെ പേര്? സിബാ. സിബാഇന്റെ ശരീരത്തിൽ നിന്ന് ആ പടക്കുപ്പായം അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ചെന്ന സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു കുമ്പിടുകയാണ്, കുനിയുകയാണ്. എന്തിന്? പടക്കുപ്പായം എടുക്കാൻ, അഴിച്ചെടുക്കാൻ. അതൊക്കെ ഗനീമത്തിൽ പെട്ടതാണ്. അഴിച്ചെടുക്കാൻ ഇങ്ങനെ കുനിയണ ആ ടൈമിൽ അപ്പൊ മറ്റേ ചങ്ങായി വഹ്ശി എന്ന് പറയുന്നയാള് കുറെ ദൂരം ഉണ്ട്. അവൻ വഹ്ശിയോട് മുതലാളിമാര് സയ്യിദന്മാര് പറഞ്ഞിട്ടുണ്ട്, ഡേ വഹ്ശി, നീ ഹംസയെ കൊന്നാൽ നിന്നെ മോചിപ്പിക്കാൻ ഒരുപാട് വെള്ളി തരാം, ഗോമേതകം തരാം, വജ്രം തരാം, മാണിക്യക്കല്ല് തരാം. പക്ഷെ വഹ്ശി ഇങ്ങനെ നോക്കുകയാണ്, ഹംസയെ ഇങ്ങനെ ദൂരത്തുനിന്ന് നോക്കുകയാണ്. ദൂരത്തുനിന്ന് നോക്കിയിട്ട് ഹംസയുടെ മുഖം കാണുമ്പോഴേക്കും പേടിക്കുകയാണ്. ഈ വഹ്ശിക്ക് യുദ്ധം ചെയ്യാനൊന്നും അറിയില്ല, റസൂലുള്ളാഹിനോടോ ഇസ്ലാമിനോടോ വിരോധമൊന്നുമില്ല. പക്ഷേ വഹ്ശിക്ക് ഒരു ആഗ്രഹമാണ്, സ്വാതന്ത്ര്യം കിട്ടണം, സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛന്തമായ വായു ശ്വസിക്കണം, സ്വതന്ത്രനാകണം, അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് ആ സമയത്ത് ഹംസത്തുൽ കറാർ തങ്ങളെ മെല്ലെ ഈ സിബാഇന്റെ ശരീരത്തിൽ നിന്ന് ഇതിങ്ങനെ അഴിച്ചെടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇറൈപ്പുലിക്കും വിട്ടാർ നിലനീപ്പിൽ അതിനെ ജുബൈറണ്ടോനുടച്ചേക്കൻ എറിവയിൽ മേത്തവൻ വഹ്ശിനലർത്തുടൻ മൊളിയുവതായേ എന ഇത് പൊളുതിൽ ഇല്ല ഹംസത്തിൽ അനതരിശിത്തുടൻ ഇത് തരമാലേ. വഹ്ശി മനസ്സിലാക്കാൻ ഇത് നല്ല ഗോൾഡൻ ചാൻസ് ആണ്. ഇപ്പോ മിർമി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിങ്ങനെ കറക്കിയിട്ട് ഒരൊറ്റ ഏറണ്ട് എറിഞ്ഞാൽ വിചാരിച്ച പോയിന്റിൽ തട്ടും. അത് സൂത്രം പഠിച്ച ആൾ എറിഞ്ഞാൽ ഇപ്പം നല്ല ചാൻസ് ആണ്. കാരണം അങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ്, കുനിഞ്ഞു നിൽക്കുകയാണ്. ആര്? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു.
ഓൺലൈനിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും കേൾക്കുന്നവരെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു ചൊല്ലണം. എന്റെ ഈ പ്രസംഗത്തിന്റെ വലിയ സമ്പാദ്യം അതാണ്. അങ്ങനെ ഹംസത്തുൽ കറാർ തങ്ങളെ കൂടെ എനിക്കും നിങ്ങൾക്കൊന്ന് സ്വർഗത്തിലെത്താൻ കഴിഞ്ഞാൽ അള്ളാന്റെ ദീനിന് വേണ്ടി കൈ കൊടുത്ത, കാല് കൊടുത്ത, മൂക്ക് കൊടുത്ത, നാക്ക് കൊടുത്ത, കരള് കൊടുത്ത, എല്ലാം കൊടുത്ത സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു എന്റെ ഖാദിമാകാൻ കഴിഞ്ഞാൽ എന്റെ ഈ പ്രസംഗം മുതലായി ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂബക്കർ സഖാഫി ഉസ്താദ്, ഷാഫി അഹ്സനി ഉസ്താദ്, ഈ ശൈഖുന എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഇൻഷാ അല്ലാഹ് ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ സ്വർഗ്ഗത്തിൽ ഹംസത്തുൽ കറാർ തങ്ങളെ ഖാദിമാകാനുള്ള അവസരം നൽകണേ റഹ്മാനെ. വഹ്ശി മനസ്സിലാക്കി നല്ല ചാൻസാന്ന് മനസ്സിലാക്കിയിട്ട് തരം എണ്ടുറ്റുറച്ചവൻ വീരുത്താനെ, ജനറുകളെ പാകുത്താനെ, വഹ്ശിയുമാടുത്താനെ, സമയത്തിൽ പുള്ളി ഹംസായിടൈന്തോരാം, പടകൊടുത്താളർന്തോരാം, കുനിവിലെ നീനൈന്തോരാം, പരീശിൽ കണ്ടവൻ പിമ്പിലാണുണ്ടാനെ, നിർമ്മിയലേറിന്താനെ, അവരുടെ പൂർവം താനെ, പടബെങ്കക്കായിൽ മെയ്യിൽ പാലിം താനെ, അജൽ വിധി പേടും താനെ, പുവിയിലെ വീളും താനെ, തരം എണ്ടുറ്റുറച്ചവൻ ബിരുത്താനെ. വഹ്ശി എന്ന ദുഷ്ടനായിരുന്ന പിന്നെ വലിയ സ്വഹാബിയായിട്ടുണ്ട്. അവര് സ്വഹാബത്തിന്റെ ലീഡറാണ്. വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാനിന് ഖുവത്ത് ഏറ്റിത്തരണേ റഹ്മാനേ. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, തരം എണ്ടുറ്റുറച്ചവൻ ബിരുത്താനെ. വഹ്ശി മനസ്സിലാക്കി തരം ഇത് നല്ല ചാൻസ് ആണ് ഇപ്പോൾ. കാരണം കുമ്പിട്ട് നിൽക്കല്ല, അതാ കുമ്പിട്ട് നിൽക്കണ്, കുനിഞ്ഞു നിൽക്കണ്, അതാ നിൽക്കുന്നത്. ഹംസ അങ്ങനെ കുനിഞ്ഞു നിൽക്കുക. ഹംസ റളിയല്ലാഹു തആല അൻഹു കുനിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് നല്ല ചാൻസ് ആണെന്ന് മനസ്സിലാക്കുന്നു. നല്ല ചാൻസ് ആണെന്ന് മനസ്സിലാക്കിയ സമയത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു അവരുടെ ഇങ്ങനെ ആ സ്ഥലത്തേക്ക് കുനിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്ഥലം കാണുന്നു. ഹംസത്തുൽ കറാർ തങ്ങളെ പടക്കുപ്പായ ഇങ്ങനെ പൊങ്ങുകയാണ്. പൊങ്ങുന്ന സമയത്ത് വഹ്ശി മനസ്സിലാക്കി നല്ല ചാൻസാണെന്ന് മനസ്സിലാക്കിയിട്ട് വഹ്ശി അതാ മെല്ലെ അടുത്തേക്ക് വരികയാണ്. കാരണം ഈ ചാട്ടുളി എന്ന് പറഞ്ഞ സാധനം ഇതിങ്ങനെ കറക്കിയിട്ട് ഒരൊറ്റ ഏറാണ്ട് എറിഞ്ഞാൽ നേരെ ഹംസയുടെ ശരീരത്തിൽ കൊള്ളാൻ കഴിയണം. ദൂരത്തുനിന്ന് എറിഞ്ഞാൽ പറ്റൂല. അതുകൊണ്ട് അടുത്തേക്ക് വന്നിട്ട് അതാ സമയത്തിൽ പോലെ ഹംസ ഇടൈന്തോരാം, പടകൊടു തളർന്തോരാം, കുനിവിലെ നിനയുന്തോരാം. ഹംസ റളിയല്ലാഹു അൻഹു ക്ഷീണിച്ചു നിൽക്കുകയാണ്. എത്ര ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്? 31 വലിയ വലിയ മഹാമല്ലന്മാരെ, യോദ്ധാക്കളെ യമപുരിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പണിപ്പെട്ട് അതേ യുദ്ധം ചെയ്ത് വാള് ചുഴറ്റിയിട്ടുണ്ട്. ആ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ തളർന്നോരാം, അവര് തളർന്നു പോയിട്ടുണ്ട്. കുനിവിലെ നിലയുന്തോരാം. ആ സമയത്ത് ഈ വഹ്ശി എന്താ ചെയ്തതെന്ന് വെച്ചാൽ മിർമിങ്ങനെ കറക്കിയിട്ട് ഒരൊറ്റ ഇറങ്ങോട്ട് വെച്ചു കൊടുത്തു. പരീശിൽ കണ്ടവൻ പിമ്പില് അണുന്താനേ, മിർമിയാൽ എറിന്താനേ, അവരുടെ പുറം താനേ,
പടബെങ്കക്കായിൽ മെയ്യിൽ പാലിന്താനെ അജൽ വിധി പേടുന്താനെ പുവിയിലെ വീളുന്താനെ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചന്തിയുടെ മുകളിലുള്ള ഭാഗം, ആ ഭാഗത്തേക്ക് മിർമിയങ്ങട്ട് തുളച്ചു കയറുകയാണ്. തുളച്ചു കയറിയിട്ട് പുവിയിലെ വീളുന്താനെ പടക്കളത്തിൽ വീഴുകയാണ്. എന്നിട്ടോ മോയിൻകുട്ടി വൈദ്യർ അതിനെപ്പറ്റി ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പറയുന്നു, അരുൾ അവർ കിറയോനെ സിദ്ലഹു ശറഫാനെ ഫളുടെ ദറജാനെ. ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു മഹാനവർകളുടെ ഈ പുറം ഭാഗത്തിലൂടെ മിർമിങ്ങട്ട് കേറിയിട്ട് ബാക്ക് സൈഡിലൂടെ അങ്ങോട്ട് കേറിയിട്ട് മുൻഭാഗത്തേക്ക് തുളച്ചു കയറുകയാണ്. എന്നിട്ട് ഹംസത്തുൽ കറാർ തങ്ങളുടെ ശരീരം ജനാസ അവര് വഫാത്തായതിനു ശേഷം, അവര് ഷഹീദായതിനു ശേഷം അവരെ ജനാസ എടുത്തിട്ട് കൊണ്ടുപോയി. ശത്രുക്കൾ കൊണ്ടുപോയിട്ട് കൈ മുറിച്ചു, രണ്ടും മുറിച്ചു, കാല് രണ്ടും മുറിച്ചു, മൂക്ക് മുറിച്ചു, കണ്ണ് ചുഴിഞ്ഞെടുത്തു, ചെവി രണ്ടും മുറിച്ചു, നാവ് മുറിച്ചെടുത്തു. അതാ നെഞ്ചു കീറിയിട്ട് കരള് പുറത്തെടുത്തു. കരള് പുറത്തെടുത്തിട്ട് ഹിന്ദി എന്ന ആ സ്ത്രീ വലിയ മഹതിയാണ് കേട്ടോ, ആരും ശപിക്കണ്ട. അവര് പിന്നീട് ഇസ്ലാമായിട്ടുണ്ട്. ഹിന്ദി എന്ന അബൂ സുഫിയാന്റെ ഭാര്യ, അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ചവക്കുകയാണ്, ചവക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ചവക്കൽ റസൂലുള്ളാഹിക്ക് വലിയ സങ്കടമുണ്ടാക്കിയതാണെങ്കിലും ഒരു കണക്കിന് വലിയ ഭാഗ്യവതിയാണ് ആര്? ഈ ഹിന്ദെന്ന മഹതിയായ പെണ്ണ്. കാരണം ഹംസത്തുൽ കറാർ തങ്ങളെ ചോരയാണ് പള്ളന്റെ ഉള്ളിലേക്ക് എത്തുന്നത്. അവര് പിന്നെ ഇസ്ലാമാകാൻ പിന്നെ വേറെ കാരണം നോക്കണോ? ചുരുക്കി പറയാ, ഉഹദിന്റെ കഥ കഴിഞ്ഞു, ഉഹദ് കഴിഞ്ഞു, മറ്റു പലതും കഴിഞ്ഞു, കാലം ഒരുപാട് കഴിഞ്ഞ് ഫത്ഹ് മക്കന്റെ കാലം, മക്കം ഫത്ഹാകുന്ന കാലം, മക്കം ഫത്ഹാകുന്ന കാലത്തിലതാ മക്ക രാജ്യം റസൂലുള്ളാഹിയുടെ കൈവെള്ളയിൽ ഒതുങ്ങുകയാണ്. മക്കയുടെ അധികാരം റസൂലുള്ളാഹിയുടെ കയ്യിലെത്തുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത സംഭവം നടക്കുകയാണ്. ഹബീബായ തങ്ങളുടെ കാരുണ്യത്തിന്റെ ചില സാമ്പിളുകളാണ് പ്രിയപ്പെട്ടവരെ, മുഅ്മിനുകളെ ഞാൻ പറയുന്നത്. അങ്ങനെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ചെറിയൊരു ചെറുപ്പക്കാർ, കുറച്ച് ആൾക്കാർ മക്കത്തേക്ക് ഖന്തമ കുന്നിന്റെ ഭാഗത്തിലൂടെ അങ്ങനെ വരികയാണ്. ഹിജറ 8-ാം കൊല്ലത്തിൽ റമദാനിൽ സ്വഹാബികൾ അതാ നിരായുധരായി മക്കയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പോകേണ്ടി വന്നു, ഹിജറ പോകേണ്ടി വന്നു. ആ മക്ക നബി തങ്ങളെ സ്വീകരിക്കുകയാണ്. അപ്പണ്ട് ഒരാള്, ആര്? ഇക്രിമ എന്നാണ് അയാളെ പേര്. ഇക്രിമ ആരെ മോനാന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എന്ത്? അബൂജഹലിനെ എന്റെ വെട്ടുകൊണ്ട് അബൂജഹൽ വീണ സമയത്ത്, ആ സമയത്ത് അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് എന്നോട് പടപൊരുതാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ ഇക്രിമത്താണ് അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത വൈരാഗ്യമുള്ളയാളാണ് ഇക്രിമത്ത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഹബീബായ തങ്ങളോട് വല്ലാത്ത വൈരാഗ്യമുള്ളയാളാണ് ഇക്രിമത്ത്. ആരുടെ മകൻ? അബൂജഹലിന്റെ മോനായിരിക്കുന്ന ഇക്രിമത്ത്. മക്കം ഫത്ഹിന്റെ സമയത്ത്, മക്കയുടെ അധികാരം റസൂലുള്ളാഹിയുടെ കയ്യിൽ വന്ന സമയത്ത് ഇക്രിമത്ത് പറഞ്ഞു,
ഈ മക്ക എന്റെ ജന്മനാടാണ്, പക്ഷേ ഞാനിവിടെ ജീവിക്കൂല, എനിക്ക് ജീവിക്കാൻ കഴിയൂല. എന്താ കാരണം? മുഹമ്മദിന്റെ കയ്യിലായല്ലോ മക്കയുടെ അധികാരം. ഈ മുഹമ്മദിന്റെ കയ്യിൽ അധികാരമുള്ള മക്കയിൽ ഞാൻ ജീവിക്കൂല, ഞാൻ പോവാണ്, ഞാൻ നാട് വിട്ടു പോവാണ്. ഏൻ ഉയിരോടെ നിൽക്കും കാലം അത് നടക്കകൂടാതെ. എന്നുവെച്ചാ എനിക്കവിടെ ജീവിക്കാൻ കഴിയൂല, എനിക്ക് ജീവനുള്ള കാലം. നമ്മതുടെ തടിയിൽ ഉയർത് നീക്കേ നടക്കുമോ, നമ്മതുടെ തടിയിൽ ഉയർത് നിൽക്കേ. എന്റെ തടിയിൽ ജീവൻ മുഹമ്മദിന്റെ അധികാരമുള്ള നാട്ടിൽ ഞാൻ ജീവിക്കൂല, നാട് വിട്ടുപോയി. ആര്? ഇക്രിമത്ത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ തങ്ങളെ കയ്യിൽ മക്കയിലെ ആൾക്കാർ ഓരോരുത്തർ വന്നിങ്ങനെ ഇസ്ലാമായി കൊണ്ടിരിക്കുകയാണ്. ആർക്കും എതിർക്കാൻ കഴിഞ്ഞില്ല. ശത്രുക്കൾക്ക് ആർക്കും നബിതങ്ങളോട്, നബിതങ്ങളെ സ്വഹാബത്തിനോട് എതിർക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അതേ സമയത്ത് പലരും വന്ന് ഇസ്ലാമാകുകയാണ്. ആരാ ഇസ്ലാമായത്? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അപ്പോഴാണ് ഇസ്ലാമിനെ വെളിവാക്കിയത്. ആ അബ്ബാസ് എന്നവരെ അടുക്കൽ റസൂലുള്ളാഹിന്റെ അപ്പയായ ഇച്ചാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ പറഞ്ഞു, അബൂ സുഫിയാനോട് അബ്ബാസ് എന്നവർ പറഞ്ഞു, റസൂലുള്ളാഹിയുടെ പിതൃ സഹോദരനായിരിക്കുന്ന അബ്ബാസ് എന്നവർ പറഞ്ഞു, ഓ അബൂ സുഫിയാൻ, നിങ്ങൾക്ക് ഇനി രക്ഷയില്ല, നിങ്ങൾ ഇസ്ലാമായിക്കോളൂ, അതാണ് ദുനിയാവിലും രക്ഷാമാർഗം, അത് മാത്രമേ ഉള്ളൂ. ആഖിറത്തിലും ദുനിയാവിലും അതേ രക്ഷാമാർഗമുള്ളൂ. അങ്ങനെ അബൂ സുഫിയാൻ ബദറിന്റെ പടക്കളത്തിൽ ശത്രുക്കളുടെ സേനാനായകനായിരുന്ന അബൂ സുഫിയാൻ, ഉഹദ് യുദ്ധം ഉണ്ടാകാൻ ബദർ യുദ്ധം ഉണ്ടാകാൻ കാരണക്കാരനായ അബൂ സുഫിയാൻ, ഉഹദിന്റെ പടക്കളത്തിൽ സേനാനായകനായ അബൂ സുഫിയാൻ, ഖന്തഖിൽ സേനാനായകനായിരിക്കുന്ന അബൂ സുഫിയാൻ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെതിരിൽ പലതും ചെയ്ത അബൂ സുഫിയാൻ അവസാനം റളിയല്ലാഹു അൻഹു ഇസ്ലാമായി. അബൂ സുഫിയാൻ ഇസ്ലാമായപ്പോ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ഇസ്ലാമായി. ഹിന്ദ് വന്നിട്ട് പറഞ്ഞു, നബിയേ, മുഹമ്മദേ, ഞാൻ നിങ്ങളെ അളാപ്പാനെ കൊല്ലാൻ, നിങ്ങളെ ഇച്ചാപ്പായെ, നിങ്ങളെ പിതൃ സഹോദരനായ ഹംസയെ കൊല്ലാൻ അതാ വഹ്ശിയെ വിട്ടതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അബൂ സുഫിയാന്റെ ഭാര്യയാണ്. മുഖം മറച്ചിട്ട് വന്നിട്ട് പറഞ്ഞു എന്നാണ് സുവറും മിൻ ഹയാത്തി സ്വഹാബ, ആ കിതാബിലാണെന്ന് ഞാൻ ഓർക്കുന്നു, ഞാൻ കണ്ടതങ്ങനെയാണ്. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് എന്ന ആ മഹദി വന്നിട്ട് മുഖം മറക്കുക എന്നുള്ള പരിപാടി അത് മക്കത്തെ മുശ്രിക്കുകൾക്ക് വരെ നല്ല അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണുങ്ങൾ അന്യ ആണുങ്ങളെ മുമ്പിൽ മുഖം മറക്കാറുണ്ടായിരുന്നു. അക്കാലത്ത് ജാഹിലിയ കാലത്തുള്ള പെണ്ണുങ്ങൾ വരെ മാന്യത ഉള്ള ഖുറൈശി കുടുംബത്തിലൊക്കെ പെണ്ണുങ്ങള് അവര് പലപ്പോഴും പുറത്തിറങ്ങുമ്പോ അങ്ങനെ ഇഷ്ടം പോലെ പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. എല്ലാ പെണ്ണുങ്ങളും അല്ല, അവരെ കൂട്ടത്തിൽ തന്നെ മാന്യകളായ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് വന്നത് അങ്ങനെയാണെന്ന് കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വന്നിട്ട് പറഞ്ഞു, ഞാൻ മുഖം പൊക്കിയാൽ ഒരുപക്ഷെ എന്നെ മനസ്സിലാകും തങ്ങൾക്ക്, ഞാൻ മനസ്സിലാകാതിരിക്കാനും കൂടിയാണ് മുഖം മറച്ചു വന്നത്. മുഹമ്മദേ, നിങ്ങൾ എനിക്ക് മാപ്പ് തരുമോ? ഞാൻ അബൂ സുഫിയാന്റെ ഭാര്യയാണ്. ഹബീബായ തങ്ങള്, കരുണക്കടലായ തങ്ങള് പറഞ്ഞു, റെഡിയാണ്, മാപ്പ് നൽകാൻ റെഡിയാണ്. ഹബീബായ തങ്ങള്, കരുണക്കടലായ നബിതങ്ങള് മാപ്പ് കൊടുത്തു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സഹോദരങ്ങളെ, അതിന്റെ പിന്നാലെ വേറൊരു പെണ്ണ് വന്നു, വേറൊരു സഹോദരി വന്നു. അതാരാണ്? ഈ പറഞ്ഞ ഇക്രിമത്തിന്റെ ഭാര്യയാണ്. അബൂ ജാഹിലിന്റെ മകന്റെ ഭാര്യയാണ്. ഉമ്മു ഹക്കീം എന്നാണ് അവരെ പേര്. അവര് വന്നിട്ട് പറഞ്ഞു, ഞാൻ അബൂ ജഹലിന്റെ മോന്റെ ഭാര്യയാണ്. ബദറിന്റെ പടക്കളത്തിൽ തങ്ങൾക്കെതിരെ വന്ന ഇക്രിമത്തിന്റെ ഭാര്യയാണ് ഞാൻ. തങ്ങൾ എനിക്ക് മാപ്പ് തരുമോ?
ഹബീബായ തങ്ങൾ അതാ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അളാപ്പ ഹംസത്തുൽ കറാർ തങ്ങളെ കൊല്ലാൻ വേണ്ടി, റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട മകളെ ഭർത്താവ് അലിയെ കൊല്ലാൻ വേണ്ടി ശട്ടം കെട്ടി മുഴുവൻ കുടുംബക്കാരെയും മിത്രങ്ങളെയും കൂട്ടുകാരെയും വകവരുത്താൻ വേണ്ടി ബദറിലേക്ക് വന്ന ബാപ്പയും മകനും അബൂജഹലും ഇക്രിമത്തും. ആ ഇക്രിമത്തിന്റെ ഭാര്യ വന്നിട്ട് പറയാണ്, മാപ്പ് തരണേ നബിയേ. അവിടത്തോട് പരാതി പറയുന്നു നബിയെ, സങ്കടം പറയുന്നു നബിയെ. തങ്ങൾ അതാ പൊരുത്തപ്പെട്ടു കൊടുത്തു, പുറത്തു കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട അളാപ്പയുടെ നെഞ്ചു കുത്തിക്കേറിയിട്ട് കരലെടുത്തിട്ട് ചിത്തി അതെ ചവച്ചു തുപ്പിയ ശത്രുക്കൾക്ക് മാപ്പ് കൊടുക്കുകയാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, വീണ്ടും പറയുന്നു തങ്ങളോട്, ആ സഹോദരി ഉമ്മു ഹക്കീം ഇക്രിമത്തിന്റെ ഭാര്യ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല മുഹമ്മദ് നബിയെ, എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല, നാട് വിട്ടു പോയിട്ടുണ്ട്. എന്റെ ഭർത്താവിന് തങ്ങൾ മാപ്പ് കൊടുക്കുവോ? റസൂലുള്ള പറഞ്ഞു, മാപ്പ് കൊടുക്കാം. അങ്ങനെ അതാ നീണ്ട ചരിത്രം ദുക്തൂർ അബ്ദുറഹ്മാൻ റഫത്ത് ഭാഷ അവരുടെ കിതാബിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. ഇക്രിമത്തിന്റെ ഭാര്യ പുറപ്പെടുകയാണ്. ഇക്രിമത്തിന്റെ ഭാര്യ ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹയാണ് അവരെ പേരെന്ന് ഓർക്കുന്നു. ആ ഉമ്മു ഹക്കീം എന്നവര് പുറപ്പെടുകയാണ്. കുറെ ദൂരത്ത് ചെന്ന് മക്കയുടെ ഏകദേശം കിഴക്ക് തെക്ക് കുറെ നൂറുകണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഒരു ഭാഗം മലയാണ്, ഒരു ഭാഗം വലിയ പുഴയാണ്. ആ മലയുടെ അക്കരെ മല കടന്നാൽ അല്ലെങ്കിൽ പുഴ കടന്നാൽ യമൻ ആണ്. മക്കയിൽ നിന്ന് ത്വായിഫ് വഴി തെക്കോട്ട് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്താൽ പിന്നെ പുഴ കടന്നാൽ യമനാണ്, മല കയറിയാൽ യമനാണ്. സൗദി അറേബ്യയിലുള്ളവർക്കൊക്കെ അറിയാം, യമനികൾ സൗദിയിലേക്ക് വരുന്നതറിയാം, മല കയറി വരുന്നത്. കടലാസുകൾ രേഖകളും ഇല്ലാതെ അടുത്ത കാലം വരെ വന്നിരുന്നതറിയാം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെറുത്തത് കൊണ്ട് അതേ ഹബീബായ തങ്ങൾക്ക് അധികാരമുള്ള രാജ്യത്ത് ഞാൻ ജീവിക്കുകയില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് മക്കയിൽ ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇക്രിമത്ത്. അവിടെ ചെന്നപ്പോ പുഴവക്കത്ത് വലിയ ബഹർ പോലത്തെ വലിയ പുഴയാണ്. അവിടെ ഒരു തോണിക്കാരനുണ്ട്. തോണിക്കാരനോട് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും മക്കയിൽ നിന്ന് ഇക്രിമത്തിന്റെ ഭാര്യ പുറപ്പെട്ടിട്ടുണ്ട്. ഇക്രിമത്തിന്റെ ഭാര്യ വലിയ ധൈര്യമുള്ള പെണ്ണാണ്. കൂടെ ഒരു സേവകനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ സേവകൻ തോന്നിയാസം ചെയ്യാൻ ഒരുങ്ങിയപ്പോ സേവകനെ കൊന്നുകളഞ്ഞത് കിതാബുകളിലുണ്ട്. പിന്നീട് ഒറ്റക്കാണ് യാത്ര, നൂറുകണക്കിന് കിലോമീറ്റർ മരുഭൂമിയിലൂടെ ഒറ്റക്ക് യാത്ര ചെയ്യുകയാണ് ആര്? ഇക്രിമത്തിന്റെ ഭാര്യ. തന്റെ ഭർത്താവിനെ നോക്കിപ്പോവുകയാണ്. ഭർത്താവിനെ രക്ഷപ്പെടുത്തണം. എന്തിൽ നിന്ന്? നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പോക്കാണ്. ഹബീബായ കരുണക്കടലായ നബിതങ്ങളിലേക്ക് എത്തിക്കാനുള്ള പോക്കാണ്. ചെന്നപ്പോ ഈ പുഴവക്കത്ത് തോണി കയറാൻ നിൽക്കുകയാണ് ആര്? ഇക്രിമ. തോണിക്കാരനോട് സംസാരിക്കുക, എന്നെ അക്കരയ്ക്ക് എത്തിച്ചു തരണം, എത്ര കാശാ എനിക്ക് വേണ്ടത്, നിനക്ക് എത്ര കേസ് വേണം? അയാള് പറഞ്ഞു, വഞ്ചിക്കാരൻ പറഞ്ഞു, എനിക്ക് കേസ് വേണ്ട, ബിൽക്കുൽ നഹി ചാഹിയേ, എനിക്ക് ഒരു നയാ പൈസയും വേണ്ട. പക്ഷെ എന്ത് വേണമെന്നറിയോ? മക്കത്തൊരു നബിയുണ്ട്, സത്യസന്ധനാണ്, സത്യസന്ധന്മാരുടെ നേതാവായ ഒരു നബി, ഒരു റസൂല് മക്കത്ത് ഉദയം കൊണ്ടിട്ടുണ്ട്. ആ റസൂലിനെ കൊണ്ട് നിങ്ങൾ അംഗീകരിച്ചാൽ ഒരു പൈസയും തരാതെ നിങ്ങൾ അക്കരക്കെത്തിക്കാം. അപ്പൊ ഇക്രിമത്ത് പറയാ, ഞാനാ മുഹമ്മദിന്റെ നാട്ടുകാരനാണ് ചങ്ങാതി, അയൽവാസിയാണ് ചങ്ങാതി, കുടുംബക്കാരനാണ് ചങ്ങാതി, അയാളോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട് അന്യ നാട്ടിലേക്ക് പോണത്. പട പേടിച്ച് പന്തളത്തി വന്നപ്പം എന്താ പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്തൊരു മുസീബത്തിലാണ് ഞാൻ ചെന്ന് പെട്ടുകണത്. അപ്പോഴാണ് ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോ പുഴന്റെ മേലെ ഭാഗത്തുനിന്ന്
തൻ്റെ ഭാര്യ ഉമ്മു ഹക്കീം വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആരാ സംസാരിക്കുന്നത്? ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ട് വന്നതാണ് ഭർത്താവിനെ കിട്ടാൻ. ആ ഭർത്താവിന് ഒരു വിളി ഇങ്ങനെ വിളിച്ചു, ഏയ് ഇങ്ങോട്ട് നോക്കിയ മനുഷ്യ, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണത്, ഇങ്ങോട്ട് നോക്കിയ മനുഷ്യ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ ഇയാളിങ്ങനെ നോക്കുകയാണ്. ഇക്രിമത്ത് നോക്കുമ്പോൾ ആരാപ്പത്? എൻ്റെ ഭാര്യ അല്ല, എൻ്റെ ഭാര്യ ആവൂല. എത്ര ദൂരം 5-6 ദിവസം യാത്ര ചെയ്ത് കണ്ട് 3-4 ദിവസമെങ്കിൽ യാത്ര ചെയ്തിട്ട് വരാൻ മാത്രം എൻ്റെ ഭാര്യ ആവോപ്പത്? ഞാൻ തന്നെ നിങ്ങട്ട് വരിങ്ങള്, നിങ്ങൾ വരൂ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയും ഭർത്താവും വലിയ സ്നേഹത്തിലാണ്. സ്നേഹത്തിന് കുറവൊന്നുമില്ല. ഭാര്യ ഇപ്പോൾ മുസ്ലിമത്തായിട്ടുണ്ടെങ്കിലും സ്നേഹത്തിന് കുറവില്ല. അത് ഭർത്താവ് നാട് വിട്ടു പോന്നതിന് ശേഷം മുസ്ലിമായതാണ്. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മനുഷ്യ, പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഖൈറായ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്യുത്തമരായ മനുഷ്യന്റെ അടുക്കൽ നിന്ന് വരികയാണ്. നീ എന്താ മോളെ പറയണത്? അതേ മുഹമ്മദ് നബിയുടെ അടുക്കൽ നിന്ന് വരികയാണ് ഞാൻ. മുഹമ്മദ് നബി അവർ അല്ലാഹുവിന്റെ റസൂലാണ്. എനിക്കത് ബോധ്യം വന്നിട്ടുണ്ട്. അബൂ സുഫിയാൻ നമ്മളെ നേതാവാണ്, നമ്മളെ നാട്ടിലെ കാരണവരല്ലേ, അവരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്താ നീ പറയണത്? ഞാൻ അവിടെ പോയിട്ട് സ്വീകരിക്കാനോ? അതേ, നിങ്ങളെ സ്വീകരിക്കാൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റെഡിയാണ്. ഹബീബായ തങ്ങളെ അരികിലേക്ക് ഭർത്താവിനെ കൂട്ടിയിട്ട് പോവുകയാണ്. ഇക്രിമത്തെന്ന അബൂജഹലിന്റെ പൊന്നു മോനെ, അള്ളാന്റെ റസൂലിനോട് ഏറ്റവും വലിയ വൈരാഗ്യമുണ്ടായിരുന്ന ബാപ്പാടെ മോനെ, റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ ബദറിലേക്ക് വന്ന ഇക്രിമത്തിന്റെ കയ്യും പിടിച്ചിട്ട് കുതിരപ്പുറത്ത് കയറ്റിയിട്ട് അതാ പുറപ്പെടുന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ദൂരെ നിന്നുകൊണ്ട് തന്നെ നബി തങ്ങൾ ഇത് കാണുന്നുണ്ട്. മറ്റുള്ളവർ കാണാതെ തന്നെ റസൂലുള്ളാഹിയുടെ കൂടെ ഇരിക്കുന്നവർക്ക് കാണുന്നതിന് മുമ്പ് തന്നെ മിൻ ഖൽഫിഹി യറാ കമാ യറാ അമാം. ഞാനിപ്പോ മുന്നിലേക്ക് നോക്കുമ്പോ എനിക്ക് മുന്നിലേക്ക് മാത്രമേ കാണുന്നുള്ളൂ. അത് തന്നെ ചെറിയ അക്ഷരം കാണണമെങ്കിൽ കണ്ണടയുടെ സഹായം വേണം. എന്റെ പിന്നിൽ എന്താ ഉള്ളത് എനിക്കറിയില്ല, കാണുന്നില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉള്ള കാഴ്ച ശക്തി ഏറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളെ കാഴ്ച ശക്തി കൊണ്ട് ഖുർആനിലേക്ക് നോക്കാൻ, ഒരുപാട് ഖത്മുകൾ ഓതി തീർക്കാൻ, അത് മുഖേന ഞങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി കൂട്ടാൻ, ആ കണ്ണുകൊണ്ട് ഹബീബായ തങ്ങളെ കാണാൻ, ഉറക്കത്തിലും ഉണർച്ചയിലും കാണാൻ ശൈഖുനാടെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ റഹ്മാനെ. ശൈഖുനാ സിയം ഖദ്ദസല്ലാഹു സിർറഹു, അവരെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഖുർആൻ ഞങ്ങളെ മനസ്സിനിക്കൊരു ലദ്ദത്താക്കി, ഒരു ഖുർറത്ത് ഐനാക്കി തരണേ അല്ലാഹ്. മഹാന്മാര് പറഞ്ഞു, മിൻ ഖൽഫിഹി യറാ, മിൻ ഖൽഫിഹി യറാ കമാ യറാ അമാം. ഹബീബായ തങ്ങളെ മുമ്പിലുള്ളത് കാണും പോലെ, അത് മുമ്പിൽ എത്ര കിലോമീറ്റർ നമ്മുടെ ലിമിറ്റില്ലാതെ മുമ്പിലുള്ളത് കാണും പോലെ ബാക്കിലുള്ളതും കാണുന്നു. എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇക്രിമത്തും ഭാര്യയും കൂടി വരുന്നത് റസൂലുള്ള കാണുകയാണ്. കാണുമ്പോൾ അറിയുമ്പോൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ടവരെ, അത് ഞാൻ പഠിക്കണം, നിങ്ങളെല്ലാവരും ജീവിതത്തിൽ പകർത്തണം. എന്താ പറയുന്നത് എന്നറിയോ? ഇക്രിമത്ത് വരുന്നുണ്ട്. ആര്? അതാ സയഅതീകും ഇക്രിമത്തു മുഅ്മിനൻ മുഹാജിറാ. അതേ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വരിയല്ലേ ലോകത്ത് അങ്ങനത്തെ ഒരു പ്രസ്താവന, അതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ
ഏത് ബുദ്ധിജീവിക്കാണ് കഴിഞ്ഞിട്ടുള്ളത്? ഏത് നേതൃത്വത്തിനാണ് കഴിഞ്ഞിട്ടുള്ളത്? ഏത് ബുദ്ധിരാക്ഷസന്മാർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്? ഇല്ല, ഇല്ല, കാണാൻ കഴിയില്ല. അതുപോലത്തെ ഒരു നേതാവില്ല. അന്തല്ലദീ ലമ്മാ റുഫിഅത ഇലസ്സമാ ബിക ഖദ് സമത് വതസയ്യനത് ലിസുറാക. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആകാശങ്ങളും ഭൂമിയും, അതേ ബുധനും ശുക്രനും യുറാനസും നെപ്റ്റൂണും പ്ലൂട്ടോയും ഗാലക്സികളും അല്ലാഹു പടച്ച മുഴുവൻ പടപ്പുകളും നബിയെ തങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്തവരല്ലേ. അന്തല്ലദീ മിൻ നൂരികൽ ബദ്റു ഖ്തസ വശംസു മുശ്രിഖത്തുൻ ബിനൂരി ബഹാക. ഇക്രിമത്ത് ദൂരത്ത് നിന്ന് വരുന്നു എന്നറിഞ്ഞപ്പോ തന്നെ ഹബീബായ തങ്ങള് പറയാണ്, സയഅതീകും ഇക്രിമത്തു മുഅ്മിനൻ മുഹാജിറാ. ഇതുപോലെ ഇതിന്റെ മുമ്പ് വന്നതുപോലെയല്ല ഇപ്പോൾ ഇക്രിമത്ത് വരുന്നത്. ഇതിന്റെ മുമ്പ് വന്നതുപോലെയല്ല. ആരെയും എതിർക്കാനല്ല, അടിക്കാനല്ല, സത്യത്തിനെ ഊതിക്കെടുത്താനല്ല. ഇപ്പൊ എന്തിനാ വരുന്നത്? മുഅ്മിനൻ മുഹാജിറാ. നമ്മളടുക്കൽ അഭയം തേടിക്കൊണ്ടിട്ട് മുഅ്മിനായി ഉറച്ച സുന്നിയായി വരികയാണ്. അതുകൊണ്ട് സ്വഹാബത്തിനോട് നബി തങ്ങൾ കൊടുക്കുന്ന പാഠമാണ്. ലോകത്ത് ഒരു നീതിമാനും, ലോകത്തൊരു നേതാവും, ലോകത്തൊരു ബുദ്ധിജീവിയും അതുപോലത്തെ ഒരു പാഠം കൊടുത്തിട്ടില്ല. എന്താണ് ആ പാഠം? ബറക്കത്തിന്റെ നാവ് കൊണ്ട് പറയാണ്, ലാ തസുബ്ബൂ അബാ. ഇക്രിമത്ത് വരുമ്പോഴേ, ഇക്രിമത്ത് ഇവിടെ വന്ന് കേറുമ്പോഴേ, അബൂജഹലിന്റെ മോനാണ്. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ വൈരാഗ്യമുള്ള അബൂജഹലാണ്. ഏറ്റവും വലിയ വൈരാഗ്യമുള്ള മനുഷ്യനാണ് ആര്? അബൂജഹൽ. അവസാനത്തെ സമയത്ത് പോലും, റൂഹ് പിരിയുന്ന സമയത്ത് പോലും അതേ ആ അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങള് അബൂജഹലിന്റെ തലയറുക്കാൻ ശ്രമിച്ചത്. ആ സമയത്ത് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഓ അബൂജഹലേ, ക്യാ ചാഹിയേ? അനക്ക് നിങ്ങൾക്ക് വല്ല പൂതിയുമുണ്ടോ? അവസാനത്തെ വല്ല ആഗ്രഹമുണ്ടോ? അബൂജഹൽ പറഞ്ഞു, ഉണ്ടടാ, എനിക്ക് ഉണ്ട്. എന്താണെന്നറിയോ? അതേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്, മക്കത്ത് ആടിനെ നോക്കി നടന്നിരുന്ന നീയൊക്കെ മക്കത്തെ വലിയ പ്രമുഖനായ എന്റെ നെഞ്ചത്ത് കയറിയിരിക്കാനാക്കിയല്ലോ. ദൈവത്തിന്റെ വിധി എങ്ങനായല്ലോ. ഏതായാലും നീ എന്നെ കൊല്ലും. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത്, എന്റെ കഴുത്ത് നീ പിടിച്ചറക്കുമ്പോ, മുറിക്കുമ്പോ, എന്റെ കഴുത്ത് മുറിക്കുമ്പോ എവിടെയെങ്കിലും കൊണ്ടുപോയി മുറിക്കരുത്, ഒന്ന് നീട്ടി മുറിക്കണം. എന്തിനാണെന്നറിയോ? എന്റെ നീളമുള്ള കഴുത്തും മുഖവും തലയും കണ്ടിട്ടെങ്കിലും മുഹമ്മദിനൊരു ശങ്ക വരട്ടെ, ഒരു പേടി വരട്ടെ. കണ്ടോ, ചാകാൻ പോണ, അതേ മരിക്കാൻ പോണ സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിനോട് അത്ര വലിയ വൈരാഗ്യമുള്ള ആളാണ് ആര്? അബൂജഹൽ. ആ അബൂജഹലിന്റെ പൊന്നുമോനാണ് ഇക്രിമത്ത്. പക്ഷേ നബി തങ്ങൾ പറയുന്നു, ഇക്രിമത്ത് ഇവിടെ മാപ്പ് ചോദിക്കാൻ വരികയാണ്. വരുന്ന സമയത്ത് ലാ തസുബ്ബൂ അബാഹു. ഇക്രിമത്തിന്റെ ബാപ്പയെ നിങ്ങൾ ചീത്ത വിളിക്കരുതേ, കുറ്റം പറയരുതേ. ബാപ്പ ഗാഫറാണെങ്കിലും അതേ ബാപ്പ മരിച്ചുപോയി. പക്ഷേ ജീവിച്ചിരിക്കുന്ന മുഅ്മിനായിരിക്കുന്ന മക്കൾക്ക് ബാപ്പയെ പഴി പറയുമ്പോ അത് മനസ്സിന് വിഷമമുണ്ടാക്കും. അത് നിങ്ങൾ ചെയ്യരുതേ. ഖാല മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പൊ ചില ആൾക്കാര് പറയാ, ഒരു ചങ്ങായിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടതാ ഓഡിയോ കാസറ്റിൽ, എന്ത് സമസ്തക്കാര് പഠിപ്പിക്കുകയാണ്, എന്ത് റസൂലുള്ളാഹിയുടെ വാപ്പ എന്ത് ആര്? അബ്ദുല്ലാ. അവരെ വാപ്പ
അവരെ വാപ്പാര് ഈ ഓൺലൈനിൽ ആയതുകൊണ്ട് ചോദിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇപ്പൊ ഓൺലൈനിൽ നൂറുകണക്കിന് ആൾക്കാർ കേൾക്കുന്നുണ്ട്, അവർക്ക് അറിയോന്ന് അറിയില്ല. അല്ലാഹു തആല അറിയാൻ തൗഫീഖ് ചെയ്യട്ടെ. അബ്ദുള്ള എന്നവരെ വാപ്പ അബ്ദുൽ മുത്തലിബ്. പഴയ കാലത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു പാട്ടുണ്ട്. നബിയോരെ 20 ഉപ്പാപ്പമാരുടെ പേര് പാടിക്കൽ വുജൂബാണല്ലോ. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബും ഹശീമും അബ്ദുമനാഫും ഖുസൈയും പിന്നെ കിലാബും മുറത്തും കഅബും ലൂഅയ്യാണ്. അത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തുള്ളൊരു പാട്ടുണ്ട്. ആ രീതിയാണത്, ആ ട്യൂണത്. ഒന്നാനാം കുന്നിന്മേൽ ഒരാടി മണ്ണിന്മേൽ 1000 കിളി കൂടുവെച്ചു. കൂട്ടിൻ നീളം കിളി താമര പൈങ്കിളി തനീരും നാടുന്ന പൊന്നോല. അപ്പൊ റസൂലുള്ളാഹിന്റെ മദ്ഹാക്കി നോക്കിയതാണ് ആ ട്യൂണില്. നബിയോരെ 20 ഉപ്പാപ്പമാരുടെ പേര് പാടിക്കൽ വുജൂബാണല്ലോ. എന്താപ്പത്? ഇസ്ലാമിൽ തറവാടിന് വല്ല സ്ഥാനമുണ്ടോ? അങ്ങനൊന്നുമില്ല. ചില പൊട്ടന്മാര് പറയും, എന്താപ്പ CM-ന്റെ സഹോദരന്റെ മോന് ദത്താപ്പ അവർക്ക് ഇത്ര വലിയ, ഞങ്ങളുടെ നാട്ടിലെ ഭാഷ ദത്താന്നൊക്കെ പറയാം, ദത്താപ്പ അവർക്ക് ഇത്ര വലിയ സംഗതി ഉള്ളത്. ചങ്ങായി അതൊക്കെ ഉണ്ടാവും. ആരെ പറഞ്ഞ് കുടുംബത്തിനും കൂട്ടത്തിനൊന്നും മഹത്വമില്ലാന്ന്? ആരെ പറഞ്ഞ് തറവാടിനും മഹിമയില്ലാന്ന്? മഹിമള്ളോടത്തുണ്ടാവും, അതിനൊക്കെ ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനവും അതിന്റെ സമയവും സന്ദർഭവും മനസ്സിലാക്കിയിട്ട്, സന്ദർഭം അതിന് ആവശ്യമുള്ള സന്ദർഭമുണ്ട്, ആവശ്യമില്ലാത്ത സന്ദർഭമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫ ആരാ? റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ ബാപ്പ അമ്മോശൻ. രണ്ടാം ഖലീഫ ആരാ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ആരാ? ഭാര്യയുടെ ബാപ്പ അല്ലേ? അമ്മോശൻ. ആരെ പറഞ്ഞ് കുടുംബത്തിന് സ്ഥാനമൊന്നുമില്ല? ഉമർ ഇബ്നു ഖത്താബ് ആരാ? ഉമർ ഇബ്നു ഖത്താബ് ഭാര്യന്റെ വാപ്പയാണ്. റസൂലുള്ളാഹിയുടെ ഭാര്യ എന്ന് പറഞ്ഞത് എന്റെ ഉമ്മയാണ്, ഞമ്മളെ ഉമ്മയാണ്. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. റസൂലുള്ളാഹിയുടെ ഭാര്യമാര് മുഅ്മിനീങ്ങളെ ഉമ്മയാണെന്ന് ഖുർആനിലുണ്ട്. അപ്പൊ നമ്മളെ ഉമ്മയാണ് ആര്? ഹഫ്സ. ഈ മുതഅല്ലിമീങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മഹത്വം ചെറുപ്പത്തിൽ തന്നെ പഠിക്കണില്ലേ? അഖ്സമ ബില്ലാഹി അബൂ ഹഫ്സിൻ ഉമർ മാ മസ്സഹ മിൻ ഖബിൻ വലാ ദബർ ചൊല്ലി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അബൂ ഹഫ്സിൻ ഉമർ, ഹഫ്സ ബീബിന്റെ ബാപ്പ ഉമർ റളിയല്ലാഹു അൻഹു. ഹഫ്സ ബീബി ആരാണ്? അത് നമ്മളെ ഉമ്മയാണ്, ഹബീബായ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് രണ്ടാം ഖലീഫയാണ്. മുസ്ലിമീങ്ങളെല്ലാം കൂടി ഇജ്മാഅക്കി തീരുമാനിച്ചു, ആരെ? രണ്ടാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് തിരഞ്ഞെടുത്തു. റസൂലുള്ളാഹിയുടെ ഭാര്യയുടെ ബാപ്പയായിരിക്കുന്ന ആരെ? ഉമർ ഇബ്നു ഖത്താബിന്. ഇനി മൂന്നാം ഖലീഫ ആരാ? റസൂലുള്ളാഹിന്റെ 2 പെൺമക്കളെ കെട്ടാൻ ഭാഗ്യമുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു ഭാഗ്യം ആ മഹാനിക്കല്ലാതെ, ആ മഹാനവർകൾക്കല്ലാതെ ഈ ദുനിയാവിൽ വേറൊരാൾക്ക് ഉണ്ടായിട്ടില്ല. അതേ ഹബീബായ തങ്ങളെ പൊന്നുമോള് റുഖിയ റളിയല്ലാഹു അൻഹാ. പ്രിയപ്പെട്ട ഉമ്മമാരെ, റമദാനിൽ വഫാത്തായ മഹദിയാണ്. റമദാൻ നോമ്പ് തുറക്കുമ്പോ നിങ്ങൾ റുഖിയ ബീബിന്റെ ആണ്ട് കഴിക്കണം അടുത്ത റമദാൻ മുതൽ. അതേ ബീരീദർ ത്വാഹ മകൾ റുഖിയത്ത് ബീവിക്കം നാൾ ദിനം ആമേ മികത്ത് പരുത്ത മൂലം ദിന്നൂറൈനി യോരാ പാർപ്പിത്ത് മിന്ന മനൈ തന്നിൽ ചേരാ.
ഈ പാട്ട് മോയിൻകുട്ടി വൈദ്യരുടെ ബദർപ്പാട്ടിലുള്ളതാണ്. ചിലരൊക്കെ എന്നോട് ചോദിക്കും എങ്ങനെ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കിട്ടിയതെന്ന്. ഞാൻ ചെറുപ്പത്തിലെ ഏത് കുറേ വട്ടം അങ്ങനെ പാടും. അത് പാടിയപ്പോൾ കാണാപ്പാടം പഠിച്ച് അൽഫിന്റെ പേത്ത് അങ്ങനെ കൂടുതൽ കാണാപ്പാടം പഠിച്ചാൽ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് നമുക്ക് കാണാപ്പാടം ഉണ്ടാവും. وهو بسبق حائز تفضيلا مستوجب ثنائي الجميل. അൽഫയിലൂടെ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ സന്ദേശം മുതഅല്ലിമീങ്ങളെ ആലിമീങ്ങളെ എന്താണെന്നറിയോ? വഹുവ അതേ ഇബ്നുൽ മുഅ്തി തങ്ങൾ ബിസബഖിൻ എന്നേക്കാളും മുൻഗാമിയാണ്. മുൻഗാമിയായ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഹൈസുൻ തഫ്ദീലൻ അവർ മഹത്വമുള്ളവരാണ്. ശൈഖുനാ സിയം വലിയുള്ളാഹ് ഒരു നിലയ്ക്ക് ഒന്നുമില്ലെങ്കിലും അവര് നമ്മളെക്കാളും മുൻഗാമിയല്ലേ? മുൻഗാമികൾ വലിയവരല്ലേ? നമ്മൾ പിന്നിലല്ലേ? പടച്ച റബ്ബേ, സ്വർഗത്തിലും അവരെ പിന്നാലെയെങ്കിലും ഒന്ന് കൂടാൻ, സ്വർഗത്തിലേക്കൊന്ന് കടക്കാൻ ശൈഖുനായുടെ വലിയ വലിയ മശായിഖന്മാരെ പിന്നാലെ ശൈഖുനായുടെ മുരീദന്മാരെ പട്ടികയിൽ പെട്ടുകൊണ്ടിട്ട് ഞങ്ങൾക്കും സ്വർഗത്തിലൊന്നെത്താൻ ഈ പരിപാടി ഐനുന്നൂറാണ്. ഈ പരിപാടിയോട് സഹകരിക്കുന്നവർ അൽഹംദുലില്ലാഹ് എന്റെ മകളെ നിക്കാഹ് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഇവിടെ എന്തുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെ ഉണ്ടോ, എന്തൊക്കെ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടോ, ഇവിടെ നടക്കുന്നുണ്ടോ, ഈ ഐനുന്നൂർ അടക്കം വലിയ ബറക്കത്തുള്ള നിയന്ത്രിക്കാൻ പറ്റാത്ത കശ്ഫ് കറാമത്ത് ഇതുകൊണ്ട് കിട്ടുന്ന ദുആക്കുത്തരം കിട്ടുന്ന സദസ്സും പരിപാടിയും ആക്കി തീർക്കണേ റഹ്മാനെ. ഞാൻ പറഞ്ഞത് മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റുഖിയ ബിവി വഫാത്തായപ്പോൾ റസൂലുള്ളാഹി എന്താ ചെയ്തത്? ഉമ്മു കുൽസൂം ബീവിനെ കെട്ടിച്ചു കൊടുത്തു, രണ്ടാമത്തെ മോളെ കെട്ടിച്ചു കൊടുത്തു. 2 പെമ്മക്കളെ കല്യാണം കഴിച്ച പുതിയാപ്ലയാണ്, 2 പെമ്മക്കളെ കല്യാണം കഴിച്ച മരുമകനാണ്. 4ാം ഖലീഫ ആരാണ്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. ഞാൻ പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് തന്നെ അതൊക്കെ നൽകിയത് വെറുതൊന്നുമല്ല. അപ്പൊ കുടുംബത്തിന് സ്ഥാനം നൽകേണ്ടടത്ത് നൽകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സയഅതീകും ഇക്രിമതു മുഅ്മിനൻ മുഹാജിറാ. അതാ വരുന്നത്. ആരാ വരുന്നത്? എല്ലാരും കൂടി നോക്കുമ്പോ ഇക്രിമത്ത് വരികയാണ്. ഇക്രിമത്തിന്റെ കയ്യും പിടിച്ചിട്ട് ഭാര്യ വരികയാണ്. ഹബീബായ തങ്ങൾ എണീച്ചു നിൽക്കുന്നു. ഹബീബായ തങ്ങൾ ആദരിക്കുന്നു വരുന്നയാളെ. അറബികൾ അങ്ങനെ ഒരു 10 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ വന്നാൽ എല്ലാരും കൂടി എണീച്ചു. നമ്മളെ നാട്ടിൽ ഏറ്റവും വലിയ ആദരവാണ്. നമ്മളെ നാട്ടിൽ ഏറ്റവും വലിയ ആദരവാണ്. ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളുൻ വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമുൻ അജിബ്തു ലിമൻ ലഹു അഖ്ലു വ ഫഹ്മുൻ യറാ ഹാദൽ ജമാല വലാ യഖൂമു. എണീച്ചു നിൽക്കുക എന്നുള്ളത് ഫർളാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മുഅ്മിനുകളെ, രക്ഷിതാക്കളെ, ആ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹുവിന് ഹബീബായ തങ്ങൾ മാപ്പ് നൽകിയില്ലേ? ഞാനിവിടെ സംസാരിക്കുന്നത്, ഈ ചരിത്രം പറയുന്നത് എന്തിനാണ്? നമ്മളൊക്കെ ദോഷികളാണ്, പാപികളാണ്. ഈ പറയുന്ന ഞാനടക്കം വലിയ ദോഷം ചെയ്തവരാണ്. നമ്മൾക്ക് നബി തങ്ങൾ പുറത്തു തരുമെന്ന പ്രതീക്ഷയാണ്, അവിടുത്തെ റഹ്മത്ത് കിട്ടുമെന്ന പ്രതീക്ഷയാണ്, അവിടുത്തെ കൂടെ നമ്മക്ക് സ്വർഗം കിട്ടണമെന്ന പ്രതീക്ഷയാണ്. ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ കൊണ്ട് ദുനിയാവിന്റെ പ്രശ്നം പരിഹരിക്കും. എന്റെയും നിങ്ങളുടെയും പ്രശ്നം പരിഹരിക്കണം. എനിക്കും നിങ്ങൾക്ക് ഈമാൻ കിട്ടണം. സിയം വലിയുള്ളാടെ ഖാദിമാകണം. എനിക്ക് ഒരുപാട് മുസ്തഫ സഖാഫിക്ക് ഒരുപാട് ഉസ്താദ്
ഉസ്താദുമാരുണ്ട്. അബൂ ഹനീഫൽ ഫൈസി ഉസ്താദ്, തെന്നല ഉസ്താദ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഉസ്താദാണ്. പുളിയക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉസ്താദ് ജീവിച്ചിരിക്കുന്ന ഉസ്താദാണ്. വണ്ടൂര് അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് ജീവിച്ചിരിക്കുന്ന ഉസ്താദാണ്. തോട്ടുപൊയിൽ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് എനിക്ക് ജമുൽ ജവാമിഉം മഹല്ലിയും മൈബദിയും ശറഹുൽ അഖായിദും ഓതിത്തന്ന വഫാത്തായി പോയ ഉസ്താദാണ്. അവരെ ഉസ്താദാണ് കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ. ശൈഖുനായുടെ കൂടെ വെല്ലൂര് ബഖിയാത്തിൽ പഠിച്ച ഉസ്താദ് വലിയ ആലിമായിരുന്നു. ശൈഖുന മടവൂര് വലിയുള്ളാന്റെ കൂടെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളെ കൂടെ വെല്ലൂര് പഠിച്ച ജമീലാണ് ആര്? കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ. എന്റെ ഉസ്താദാണ്. ഉസ്താദുമാരെ പൊരുത്തം കിട്ടാനും ശൈഖിലൂടെ ഒരു കറാമത്ത് ഞാൻ പറയാം. മഹാനവർകൾ കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ അവർകൾ കാസർഗോഡ് ജില്ലയിൽ പടന്നയിൽ ദർസ് നടത്തുന്ന കാലത്ത് ഒരു പക്ഷേ 10-40 കൊല്ലം മുമ്പുള്ള സംഭവമാകാം, അല്ലെങ്കിൽ അതിലേറെ കൊല്ലം മുമ്പുള്ള സംഭവമാകാം. നല്ല മുദരിസാണ്. പാലക്കാട് ജന്നത്തുൽ ഉലൂമിലൊക്കെ മുദരിസായിരുന്നു പിൽക്കാലത്ത്. അല്ലാഹു തആല അവരൊക്കെ ദറജന വർദ്ധിപ്പിക്കണേ റഹ്മാനെ. എന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്. തോട്ടുപൊയിൽ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദിന്റെ ഉസ്താദാണ് കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ. ദർസ് നടത്തുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയിൽ പടന്നയിൽ ദർസ് നടത്തുമ്പോ നല്ല ദർസും വലിയ മുഹഖിഖുമാണ്. അവരെ മകൻ ബഷീർ സഖാഫി എന്റെ കൂടെ മർക്കസിൽ പഠിച്ചതാണ്. വലിയ മൂപ്പരും വലിയ മുദരിസാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ദർസ് നടത്താൻ എല്ലാവർക്കും എനിക്കടക്കം തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഇവിടെ നടക്കുന്ന ശൈഖുനയുടെ ബാപ്പ മഹാനവർകളുടെ പേരിൽ നടക്കുന്ന ദർസ് വലിയ ബറക്കത്തുള്ള ദർസാണ്. അതിലേക്ക് ഭക്ഷണങ്ങൾ, അരികൾ, നേർച്ചകൾ, ഇറച്ചികൾ, പൈസകൾ, വിറകുകൾ എന്തൊക്കെ ആരൊക്കെ നൽകുന്നുണ്ടോ അവർക്കൊക്കെ കണക്കില്ലാത്ത അറ്റമില്ലാത്ത നേട്ടം രണ്ട് ലോകത്തും നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞാനടക്കമുള്ളവർക്ക് വലിയ വലിയ കിതാബുകൾ ദർസ് നടത്താൻ ശൈഖുനായുടെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. തീജാനുൽ ഖാരി ദർസ് നടത്താൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.